ദേശീയതയും ദേശസ്നേഹവും സെക്ടേറിയൻ കാഴ്ചപ്പാടല്ലേ? ദേശസ്നേഹം എന്ന വികാരം മാനവികതയ്ക്ക് വിരുദ്ധമല്ലേ? ദേശീയത എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ രാജ്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ഏറിയ രണ്ട് നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. ലോകത്തെ മുഴുവൻ കീഴടക്കാനായി വെമ്പിയ ജർമ്മനിയുടെ കഥ നോക്ക്. 1870-കളിൽ കഴിഞ്ഞതിന് ശേഷമാണ് ജർമ്മനി ഒരു രാജ്യമാകുന്നത്. ജർമ്മനിയാണല്ലോ ഏറ്റവും വലിയൊരു രാജ്യത്തിൻ്റെ വലിയൊരു സംഭവമായിട്ട് പറയുന്നത് ജർമ്മൻ ദേശീയത അല്ലേ? ഈ ഇറ്റാലിയൻ ദേശീയത, ബിസ്മാർക്ക്, ഗാരിബാൾഡി, കാവൂർ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ജർമ്മൻ ദേശീയതയും ഇറ്റാലിയൻ ദേശീയതയൊക്കെ എന്നാ ഉണ്ടായത്? കഷ്ടിച്ചൊരു 150-200 വർഷമായിട്ടുള്ളൂ. അതിനുമ്പ് രാജ്യങ്ങളില്ല, അതിർത്തികളില്ലാതായിരുന്നു. നമ്മുടെ ഹോമോസാപ്പിയൻസ് ആദ്യം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് നടന്നിങ്ങനെ പോവുകയാണ്. ആരും കയ്യാല കെട്ടിയിട്ടില്ല, ആരും വേലി കെട്ടിയിട്ടില്ല, മതിൽ കെട്ടിയിട്ടില്ല, സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഓരോരോ രാജാക്കന്മാർക്ക് അറിയില്ല എവിടം വരെ രാജ്യം, ഓരോന്നൊക്കെ ഓരോ കുറ്റിയൊക്കെ അടിച്ചിട്ടുണ്ടാവും. ഈ അമിത ദേശീയത എന്ന് പറയുന്നത് ശരിക്കും രോഗം തന്നെയാണ്. മതവും ദേശീയതയും കൂടെ ഒരുമിച്ചായിരുന്നു കഴിഞ്ഞാൽ വളരെ ഡെഡ്ലി കോമ്പിനേഷനാണ്. അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എപ്പോഴും ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം ഇറ്റ്സെൽഫ് തന്നെ ഭീകരമായൊരു കോമ്പിനേഷനാണ്. വലിയൊരു രാജ്യത്തെ തകർക്കാനും സമൂഹത്തെ തകർക്കാനും പിന്നോട്ടടിക്കാനും ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കാനും സംഘർഷം ഉണ്ടാക്കാനും മതം ഇറ്റ്സെൽഫ് ഒരു വലിയ സംഭവമാണ്. അത് മൊത്തം ആവശ്യമില്ല. അതിൻ്റെ കൂടെ ദേശീയതയോടെ ചേർക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനേക്കാൾ കൂടുതൽ ഡെഡ്ലി കോമ്പിനേഷൻ ആവുകയാണ്. ഇടിയൊട്ടിയതിനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നതാണ്. ദേശീയതയ്ക്ക് അങ്ങനെ ഒരു വലിയൊരു അപകടമുണ്ട്. അത് മാനവീയതയ്ക്ക് ചേർന്നൊരു സാധനമാണെന്ന് ചോദിച്ചാൽ അല്ല. ഇനി രാജ്യം വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന് കുറേ ഗുണപരമായിട്ടുള്ള കുറേ പോസിറ്റീവ്സ് ഉണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾക്കിപ്പോൾ പുറത്ത് പോകണം, വേറൊരു രാജ്യം സംഘടിപ്പിക്കണം. ഈ രാജ്യങ്ങളായിട്ട് എല്ലാ ജനതകളും മാറുമ്പോൾ നിങ്ങൾക്കൊരു രാജ്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ആരാ പാസ്പോർട്ട് തരിക? നിങ്ങൾക്ക് ആരാണ് വീസ തരിക? അപ്പോൾ സ്വാഭാവികമായിട്ട് രാജ്യത്തിൻ്റെ അതുപോലെ തന്നെ ഭരണം, നിങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. നിങ്ങൾ സംരക്ഷിക്കാൻ ആൾ വേണം, പോലീസ് ഉണ്ടാവണം, പട്ടാളം ഉണ്ടാവണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, നിങ്ങളുടെ വസ്തുക്കൾ സംരക്ഷിക്കാൻ പറ്റില്ല. അതൊരു വ്യവസ്ഥയാണ്. രാജ്യം എന്ന് പറയുന്നൊരു വ്യവസ്ഥ എന്ന നിലയിൽ പഞ്ചായത്ത് എന്ന് പറയുന്നത് പോലെ, മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് പോലെ, സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് രാജ്യം ഒരു വ്യവസ്ഥ എന്ന നിലയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിനും ജീവിത വ്യവഹാരങ്ങളും നടത്താനും നല്ലതാണ്, അതിൻ്റെ പോസിറ്റീവാണ്. പക്ഷേ രാജ്യവികാരം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങൾ മോശമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്താണ്. അല്ലെ നമ്മുടെ രാജ്യമാണ് ഏറ്റവും മികച്ചത്, ഏറ്റവും മഹത്തരം, നമ്മുടെ സംസ്കാരമാണ് ഏറ്റവും മികച്ചത് എന്നാണ്. ആ ഒരു ബോധം തന്നെ കളയുക എന്നുള്ളതാണ് ഏറ്റവും നമ്മളുടേതാണ് മികച്ചത്.